ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീനത്ത് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ചോറുണ്ടല്ലോ അതുകൊണ്ട് ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അത് എന്താണ്? നൂൽപുട്ടാണ്. നമ്മൾ ഇടിയപ്പം എന്ന് പറയും, പല നാടുകളിലും പലരും ഇടിയപ്പം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇടിയപ്പം, നൂൽപുട്ട് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ട് എനിക്ക് ആവശ്യമുള്ളത് ഇന്നത്തേക്ക് 2 ഗ്ലാസ് പൊടിയാണ്. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഒരു പാകത്തിന് ഉപ്പും ചേർത്തിട്ടിട്ട് ഒരു ബൗള് നിറയെ പഴയ ചോറ്, അതായത് 2 ഗ്ലാസ് ചോറുണ്ടാവും. പകുതിയാണ് ചോറ്, പകുതി എടുത്തിട്ടുണ്ട്, പൊടി പകുതി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ അരച്ച് വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അത് ഒഴിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിച്ച് എടുത്ത് വെച്ച പൊടിയിലേക്ക് ഒഴിച്ച് ഇനി അത് നന്നായിട്ട് നമ്മളെ കൈകൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക, കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുക്കാൻ വിചാരിച്ചാൽ ഞാൻ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ കൊടുക്കും, കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം കുഴക്കാൻ. ഇനി ഏറിപ്പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഒന്നായിട്ട് ഒഴിച്ചാൽ ഭയങ്കര ടഫായി, കാരണം ബുദ്ധിമുട്ടാവും അത് കുഴച്ച് കിട്ടാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈമേലൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെ ഒരു പശ പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ചടക്കും. അപ്പോൾ കുറച്ച് ഇങ്ങനെ വച്ചെടുക്കുമ്പോൾ അത്ര തന്നെ ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പം ഞാൻ കുറച്ച് തോനെ തന്നെ ഒഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൈമ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കണമെന്നൊന്നും എന്ത് ചെയ്യണ്ട, ഒരു കാര്യമാക്കണ്ട. വീണ്ടും അപ്പോൾ അങ്ങനെ കുഴച്ചെടുക്കുക. അങ്ങനെ നന്നായി കുഴച്ചെടുത്ത് ഒരു ബോൾ പോലെ ആക്കുന്നത് വരെ അത് കുഴച്ചെടുക്കുക. അപ്പോൾ പഴയ ചോറ് എന്താ ചെയ്യുക എന്ന് ആരും വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ പഴയ ചോറ് കൊണ്ട് നമുക്ക് അരച്ച് മിക്സി എല്ലാറ്റിലും നമുക്ക് പുട്ടിൽ, ദോശയിൽ, പിന്നെ അതുപോലെ. അപ്പോൾ ഇതിൻ്റെ കൈമ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇടിയപ്പം, നൂൽപുട്ട്, അപ്പം എല്ലാതും നന്നായിട്ട് ഉണ്ടാക്കട്ടെ. നമുക്ക് ചോറ് ബാക്കിയായി ആരും ഒരു പേടിയും പേടിച്ചണ്ട. എനിക്ക് ചോറ് ബാക്കിയായി എനിക്ക് ഒരു പേടിയില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കോഴികൾക്ക് കൊടുക്കലായിരുന്നു. ഇപ്പം ഞാൻ കോഴികൾക്കൊന്നും കൊടുക്കലില്ല. അപ്പോൾ കോഴികൾക്ക് കോഴിത്തീറ്റ നമ്മളെ ആക്കി വേസ്റ്റുകളാക്കി കൊടുക്കൽ. ഇപ്പം ഞാൻ ഇതുപോലെ എല്ലാറ്റിലും ഫുഡ് ചേർക്കൽ. ഇന്ന് ഞാൻ ഇങ്ങനെയാണ് നൂൽപുട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുഴ ഇങ്ങനെ കഴിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ ഒന്നും അടിയിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് അപ്പോൾ നമ്മൾ പൊടി കുഴക്കലൊക്കെ കഴിഞ്ഞ് ചോറും പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ വരട്ടി അതിലേക്ക് എന്താ പറയുക, 7 ആയില അതിലൊക്കെ നിങ്ങളങ്ങനെ തന്നെ പറയാം. പിന്നെ നൂൽപുട്ടിൻ്റെ അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ പലതും പറയാം. അതിൽ എണ്ണ പരട്ടി വെച്ചിട്ട് ഇതാ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ടാ. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിക്കണേ, ഞങ്ങൾക്ക് കണ്ടു നോക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൽ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ മക്കളെ. നല്ല ടേസ്റ്റിയാണ്. അപ്പം നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാനിതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാ.